ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം മാഡം സ്റ്റാഫ് യൂണിയന് നൽകിയ എല്ലാവിധ സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു. മാഡത്തിന് ഒരു മൊമെൻ്റോ നമുക്ക് സ്റ്റാഫ് യൂണിയൻ്റെ പ്രസിഡന്റ് തന്നിട്ടുള്ളൊരു മൊമെൻ്റോ ഉണ്ട്, അതൊന്ന് ഞാൻ വായിക്കാം. അതിനുശേഷം ഞാൻ മാഡത്തിന് നൽകുന്നതായിരിക്കും. കോമ്രേഡ് മിനി എസ്, Chief Associate, State Bank of India, Konekala. Comrade Mini, we heartily congratulate you for having had a successful career in the bank amidst various odds and express our praise and gratitude for all that you have done to the growth of our organization. We wish you a most peaceful, healthy and long superannuation, and we assure you that we shall ever cherish your association with us. It will be our pleasure to attend to any of your grievances that may arise during the period of your superannuation. With best wishes, sincerely yours, Rajat C. President. ഇതും ഒരു 15,000 രൂപയുടെ നമ്മുടെ ഒരു ഡാഫ് സ്കീമിൻ്റെ ചെക്ക് കൂടിയുണ്ട്. ഇത് രണ്ടും സ്വീകരിക്കുന്നതിനായി ഞാൻ മാഡത്തിന് ക്ഷണിക്കും. ഒരിക്കൽ കൂടി എല്ലാവിധ സപ്പോർട്ടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ റിട്ടയർമെൻറ്റ് 2014 റീജിയണൽ ഓഫീസ് സെൻറ്റ് ഓഫ് തരാത്ത് റിട്ടയർമെൻ്റ് ആയിരുന്നു. കാരണം VRS ആയിരുന്നു. അന്ന് SBG നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട് VRS എടുക്കുന്നവർക്ക് ഒഫീഷ്യൽ സെൻറ്റ് ഓഫ് ഇല്ലാത്തത്. പക്ഷേ എൻ്റെ സ്റ്റാഫ് പൂർണ്ണ മനസ്സോടുകൂടി നല്ലൊരു സെൻറ്റ് ഓഫ് ഉണ്ട്. ചെങ്ങന്നൂരിൽ നിന്ന് രാത്രി ട്രെയിനിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് 4.5 മണിക്കൂർ യാത്ര ചെയ്ത് 7 മണിക്ക് വീട്ടിലെത്തി, രാത്രി വെളുപ്പിന് 5 മണിക്ക് വീട്ടിലെത്തിയ ആൾക്കാരാണ്. അത്രയും ബുദ്ധിമുട്ടി ആരും വരരുതെന്ന് പറഞ്ഞിട്ട് ആരും എല്ലാവരും വന്ന് നിർബന്ധമായിട്ട് വന്ന് പങ്കെടുത്ത് പോയ സെറ്റ് ഒരിക്കലും ഓർമ്മയൊന്നും മാറില്ല. പിന്നെ ഉള്ളൊരു ശീലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ക്ലറിക്കൽ അല്ലെങ്കിൽ ഏത് സർവീസിലാണെങ്കിലും ആദ്യം ജോയിൻ ചെയ്യുന്ന ബ്രാഞ്ചിൻ്റെ സ്വഭാവമാണ്. കാരണം ഒരു ബ്രാഞ്ചും വേറൊരു ബ്രാഞ്ചിനും സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും. ആദ്യം നല്ലൊരു ബ്രാഞ്ചിൽ ജോയിൻ ചെയ്താൽ അവരുടെ കരിയർ നന്നായിരിക്കുന്നു ഒരു അലിഖിത നിയമമുണ്ട്. അത് നമ്മുടെ അനുഭവത്തിൽ എൻ്റെ 35 വർഷത്തെ സർവീസിൽ പറയുകയാണ്. ഓരോരുത്തരെയും കണ്ടാൽ അവർ ജോയിൻ ചെയ്ത ബ്രാഞ്ച് നല്ലതായിരുന്നു ചീത്തയായിരുന്നു അവരുടെ പെർഫോമൻസിന് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം ആദ്യം ജോയിൻ ചെയ്ത SPTയുടെ ആരോഗ്യ ബ്രാഞ്ചാണ്. ശരിക്കും ഒരു 45-50 പേരുടെ ഒരു ഫാമിലിയായിരുന്നു. ആ ക്വാളിറ്റി നമ്മുടെ മെർജർ വരെ അതേ ക്വാളിറ്റി തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരും ഒരു ഫാമിലി മെമ്പേഴ്സ് പോലെ ഉണ്ടായിരുന്ന ഒരു ബ്രാഞ്ചായിരുന്നു. അതിൻ്റെ ഒരു കംഫർട്ട് സർവീസിനുണ്ടായിരുന്നു. പിന്നീട് ഒരു ഭാഗ്യം അതേപോലെ ഒരു ബ്രാഞ്ചിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ബാങ്കിൽ നിന്ന് വിട്ടുപോകുന്നത് മിനിയെ സംബന്ധിച്ചോളം ഒരു വിഷമമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പറഞ്ഞു. പക്ഷേ ബ്രാഞ്ചിൽ നിന്ന് പോകുന്നതിൽ മാനസികമായ വിഷമമുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഈ ബ്രാഞ്ചിലെ ഇന്നത്തെ സിസ്റ്റത്തിനും സെറ്റപ്പിനും നിങ്ങൾ ഓരോരുത്തർക്കുമാണ് എൻ്റെ ക്രെഡിറ്റ്. ഓരോ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുമ്പോഴും എക്സ്പീരിയൻസിൽ എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. കാരണം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് ഓരോ ഫീൽഡിൽ നോക്കാം. പക്ഷേ ഒരു ബ്രാഞ്ചിൽ ഹരിയുടെ വർക്ക് ഒരു 1000 തവണ പറഞ്ഞിട്ടുണ്ടാവും. ഓരോ കാര്യങ്ങളിലും ഹരിയെ വിളിക്കുന്നു, ഹരിയോട് സംസാരിക്കുന്നു, എല്ലാം പറയാം. അപ്പം അങ്ങനെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വളരെയധികം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു സ്വഭാവം. ബ്രാഞ്ചിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വീട്ടിൽ പറയാറുണ്ട്. ഒരിക്കലും മറക്കാത്തത് ഒരു മെഡിക്കൽ ബോർഡിന് മുമ്പിൽ പ്രസന്റ് ആവണം എന്നൊരു ബ്രാഞ്ച് മാനേജർ പറഞ്ഞാൽ, പക്ഷേ അതിന് മുമ്പുണ്ടായിരുന്ന മാനേജറും അതിന് ശേഷം വന്ന മാനേജറും വളരെ കംഫർട്ടബിൾ ആയതുകൊണ്ട്
ആ ഒരു വിഷമമില്ല. അതായത് ഒരു സിക്ക് ലീവ് എടുക്കുമ്പോൾ മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരാവണമെന്ന് ഒരു ബ്രാഞ്ച് മാനേജർ കൂടെ വർക്ക് ചെയ്ത ഒരു ബ്രാഞ്ച് മാനേജർ പറഞ്ഞാൽ പെയിൻഫുള്ളായിപ്പോയി. അതേപോലെ വളരെയധികം സപ്പോർട്ട് കൊടുക്കുന്ന നന്ദുവിനെ കുറിച്ചും നന്ദു സാറിനെ കുറിച്ചും അഞ്ജിത മേഡത്തെ കുറിച്ചും 1000 നാവാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊക്കെ ഒരു ഫാമിലി ആയിട്ട് ഒരു ബ്രാഞ്ചിൽ പോകുന്ന ഗുണമാണ്. ലീവ് എടുക്കാൻ എങ്ങനെ ഞാൻ മാഡത്തിനോട് പറയും, ആവശ്യമുണ്ടെങ്കിൽ പോലും പറയില്ല. അപ്പോൾ ചോദിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനെന്താ എടുക്കുള്ളൂ മാഡം പറയുന്നു എന്നുള്ള ഒരു സന്തോഷത്തോടെയാണ്. എന്നെ സംബന്ധിച്ചോളം ഞാനും BM ആയിരുന്ന ബ്രാഞ്ചുകളിലെല്ലാം അതേ ലിബർട്ടി എൻ്റെ സ്റ്റാഫ് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. കാരണം ഒരാളും വെറുതെ ലീവ് എടുക്കുന്നില്ല, ആ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കിയത് വളരെ പെയിൻഫുള്ളായി പോട്ടെ, അതുമായിട്ട് പോയി. ഇപ്പോൾ ഇത്രയും നല്ലൊരു ബ്രാഞ്ചിൽ നിന്ന് പോകുന്നതിനുള്ള ആ ബുദ്ധിമുട്ട് പലതവണ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓരോരുത്തരെയും വിട്ടുവരുന്നതിനുള്ള വിഷമമാണ്. എനിക്ക് എൻ്റെ മനസ്സ് തുറക്കാൻ പറ്റുന്നൊരു ബ്രാഞ്ചായിരുന്നു എന്ന് പറയുന്ന ആ ഒരു കംഫർട്ട് ഈ ബ്രാഞ്ചിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബാങ്കിൽ നിന്ന് പോകുന്നവരല്ല, ഈ ബ്രാഞ്ചിൽ നിന്ന് പോകുന്നവരുടെ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെ ഷൈനാണെങ്കിലും ഷൈനിൻ്റെ പേര് ഷൈനിൻ്റെ വീട്ട് ആളെ മനസ്സിലായില്ലെങ്കിലും ഷൈൻ എന്നുള്ള പേരെനിക്കറിയാം. കാരണം 1000 തവണ പറഞ്ഞിട്ട് ഓരോ കാര്യത്തിലും ഷൈൻ കൊടുത്തുള്ള സപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു ഫാമിലിയായി ജീവിച്ച ഈ ബ്രാഞ്ചിൽ നിന്ന് പോകുമ്പോൾ വ്യക്തിപരമായി സന്തോഷത്തിന് യാതൊരു കുറവില്ലെങ്കിലും ഈ ബ്രാഞ്ചിൽ നിന്ന് വിട്ടുപോകുന്ന വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെല്ലാം കൊടുത്തിരുന്ന സപ്പോർട്ട്. ഇപ്പം ലീലാമണി സർപ്രൈസായിട്ട് കൊടുത്തു. സർപ്രൈസ് ഗിഫ്റ്റാണ്. കാരണം 82-83 കാലഘട്ടങ്ങളിൽ ഇനി പോലും പരിചയപ്പെടുന്നതിന് മുമ്പ് ലീലാമണി എനിക്കറിയാം. ഞങ്ങൾ ഒരുമിച്ച് വരെ ഹെഡ് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മിനിയായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത് കുറേ വർഷങ്ങൾ അവർ ആ പേഴ്സണൽ റിലേഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ലീലാമണി സർപ്രൈസ് ആയിട്ടുണ്ട്. അതുപോലെ SBT കുടുംബത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത് പോലെ തന്നെ SBI കുടുംബത്തിൽ നിന്ന്, സ്റ്റേറ്റ് ബാങ്ക് കുടുംബത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന എനിക്ക് എന്താ പറയുക, ഔപചാരികമായിട്ട് ഞാൻ എല്ലാ ആശംസകളും. ഞങ്ങൾ അത്രയ്ക്ക് നല്ലതല്ല. ഞങ്ങളുടെ ചേച്ചിനെ വിളിക്കുകയാണ്. ചേച്ചിക്ക് കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് സംസാരിക്കാനൊന്നും അറിഞ്ഞില്ല. പിന്നെ മാഡത്തിനെ ഞാൻ ബാങ്കിലും വന്നതിന് മുമ്പേ മാഡത്തിൻ്റെ വീട്ടുകാരെ അറിയാം, എല്ലാവരും അറിയാം. മാഡമായിട്ട് അങ്ങനെ സംസാരിച്ചൊന്നും അങ്ങനെയൊന്നുമില്ല. മാഡം ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഈ ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത് തുടങ്ങിയുള്ളതാണ്. മാഡം വരുന്ന സമയത്ത് ഞാൻ പാലാരിവട്ടം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് പിറ്റേ വർഷം വന്നു തുടങ്ങിയിട്ട് മാഡത്തിന് എന്നെ ഒരു നല്ല വിശ്വാസം, ആ വിശ്വാസമാണ് എനിക്ക്